ഹായ് എല്ലാവർക്കും മിസ്മാറ്റ്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന തിരുവിതാംകൂറിലെ ഒരു കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ്. ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ബായി തമ്പുരാട്ടിയുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന ഒരു കാശ് എന്നറിയപ്പെടുന്ന നാണയമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന ഏകദേശം 5000 രൂപ മുതൽ 10000 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കാവുന്ന നല്ലൊരു റയർ കാറ്റഗറി നാണയമാണ്. 1815 മുതൽ 1821 വരെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു തിരുവിതാംകൂറിൻ്റെ നാണയം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന നാണയം ഈ ഒരു നാണയമാണ്. തിരുവിതാംകൂറിലെ സർപ്പക്കാശ് എന്നൊക്കെ അറിയപ്പെടുന്ന തിരുവിതാംകൂറിലെ ഒരു കാശ്, അതായത് ഇതാണ് നാണയം. തീരെ ചെറിയ നാണയമാണ്. ഞാൻ ജസ്റ്റ് സൂം ചെയ്താണ് ഈ ഒരു നാണയം കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കി മനസ്സിലാവും. സർപ്പക്കാശ് എന്നറിയപ്പെടുന്ന വൺ ക്യാഷ് എന്നറിയപ്പെടുന്ന ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ബായി തമ്പുരാട്ടി അവരുടെ കാലഘട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന നാണയമാണ്. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കുന്ന നല്ലൊരു റയർ കാറ്റഗറി നാണയമാണ്. ഏകദേശം 1815 മുതൽ 1821 കാലഘട്ടത്തിലാണ് ഈ ഒരു നാണയം നിലവിലുണ്ടായിരുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ വരുന്ന ഒരു കാശ് എന്നാണ്. ഒരു കാശ് എന്ന് പറയുമ്പോൾ 1 രൂപയെ 448 ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഒരു സംഖ്യയാണ് ഒരു കാശ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന കോപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്ന 0.60 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്ന 10 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്ന റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്ന പ്ലെയിൻ ആയിട്ടുള്ള എഡ്ജാണ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയത്തിൻ്റെ ഈ ഒരു വശം പുറകുവശമാണ്. നമുക്ക് നാണയത്തിൻ്റെ മുൻവശം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകുവശം ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്താ പറഞ്ഞാൽ പകുതി മാത്രമാണ് ഈ ഒരു നാണയത്തിൽ അച്ച് വീഴുന്നിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒരു എററായിട്ടുള്ള നാണയമാണ്. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസിൻ്റെ ഫോട്ടോ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് മുന്നിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ് അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ തന്നെ നാണയത്തിൻ്റെ പുറകുവശം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നാണയത്തിൻ്റെ വാല്യൂ, അതുപോലെ തന്നെ ഒരു സർപ്പത്തിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. നാണയത്തിൻ്റെ വാല്യൂ നമുക്കിവിടെ തമിഴ് ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. നാണയത്തിൻ്റെ വാല്യൂ കൊടുത്തിരിക്കുന്നത് ഒരു കാശ് എന്നുള്ളത് തമിഴ് ലെറ്റേഴ്സിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിവിടെ നോക്കി മനസ്സിലാവും. അപ്പോൾ ഈ ഒരു പുറകുവശം മുൻവശം വരുന്ന ഫോട്ടോ ഞാൻ വീഡിയോയ്ക്ക് മുന്നിൽ തന്നെ ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ആ ഒരു ഫോട്ടോ കണ്ടാൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നുമിസ്റ്റ എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ വൺ ക്യാഷ് ഉത്രട്ടാതി തിരുനാൾ ഗൗരി പാർവതി ബായി തമ്പുരാട്ടി എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു നാണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിലൊക്കെ ഈ ഒരു നാണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ നിന്ന് ഈ ഒരു നാണയം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിലോ വാട്സപ്പിലോ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കളക്ഷനിൽ ഈ ഒരു നാണയം ഉണ്ടെങ്കിലും തീർച്ചയായും നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകുവശം ഫോട്ടോസും കാര്യങ്ങളും ഞാൻ വീഡിയോയ്ക്ക് മുന്നിൽ തന്നെ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ഇതിൽ ഡീറ്റെയിൽസ് കുറവാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ കാണുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.